ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടത്തിയ ക്രൈസ്തവർക്കെതിരെ നടത്തിയ ആക്രമണം, ഒരു കാര്യം ഞാൻ കൃത്യം പറയാം, 2026 എന്ന് പറയുന്ന ഒരു വർഷം ഒരു ഗ്ലോബൽ ആൻറ്റി ഇന്ത്യ ആൻറ്റി മോദി ട്രെൻഡായി മാറി. ഗ്ലോബൽ അവിശ്വസനീയ രീതിയിലാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഇതിനെതിരെ എഴുതിയത്. വല്ലാത്ത രീതിയിലാണ് എഴുതിയേക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഒക്കെ അവരുടെ പത്രത്തിൻ്റെ പകുതി പേജ് മുഴുവനും റീഷേപ്പിംഗ് ഇന്ത്യ ഇൻ ദ റൈറ്റ് വിങ് എക്സ്ട്രീമിസം എന്ന രീതിയിൽ നരേന്ദ്രമോദിയെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യുകയാണ്. RSSനെ പറ്റി അങ്ങ് എഴുതി 2-3 ആർട്ടിക്കിൾ അവർ എഴുതി കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിൾ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഇപ്പോഴത് ഇന്ത്യൻ മീഡിയയും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതായത് ഏറ്റവും വലിയ മോശമായ സമയം അത് ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഗ്ലോബലായിട്ട് വർക്ക് ചെയ്യുന്നവർ. ഇപ്പം കാഷ് പട്ടേൽ, അയാൾ ക്രിസ്തുമസ് ആശംസയുടെ അടി മുഴുവനും അമേരിക്കൻസും മറ്റുള്ളവരും പറഞ്ഞേക്കുന്ന അയാളുടെ അവിടെ വിട്ട് നേരെ ഇന്ത്യയിലോട്ട് പോകാൻ. അതേപോലെ നിങ്ങൾക്കറിയാം, ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ശരിക്കും ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട്. അവരെ മുഴുവന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് അറ്റാക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. അതായത് സൈബറായിട്ട് ഭയങ്കരമായിട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നു. ഇതൊന്നും ഈ അടുത്ത സമയത്തൊന്നും ഇന്ത്യക്കാർക്കെതിരെ ഇതേപോലെയുള്ള ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോകം മുഴുവനും സന്ദർശിച്ച് ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുത്തൊരു വലിയ പേരുണ്ട് ഗ്ലോബലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പല ആൾക്കാർക്ക് നേരത്തെ ഇന്ത്യക്കാരെന്ന് പറയാനുള്ള നാണക്കേടുണ്ടായിരുന്നു. പക്ഷെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുവാൻ BJP, ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരും അവരിടപെട്ടതിൻ്റെ പേരിലാണ് അത് ഉണ്ടായിയെടുത്ത് ഗ്ലോബൽ. അതിൻ്റെ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടി, സംശയമില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പല ആൾക്കാരും ഈ പറയുന്ന ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ ലോകത്ത് പല രാജ്യങ്ങളിലും പൊളിറ്റിക്സിലും ഉണ്ട്. അവരൊക്കെ കീ പൊസിഷനിലും ഉണ്ട്. അവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കാണണം. അത് കാണുമ്പോഴാണ് സംഘപരിവാറുകാരന് ശരിക്കും ബോധം വരുന്നത്, ഇത് വേണ്ടായിരുന്നു അങ്ങോട്ട്. കാരണം ഇതെല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. നിങ്ങൾ